വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററാവും. ഞങ്ങളെ 9 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടത് കേട്ടോ. 9 വരെ മതി. അപ്പോൾ 9ാമത്തെ ലാസ്റ്റ് ചാപ്റ്ററാണ് മാപ്പ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോ ഞങ്ങളെ. മാപ്പ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്, അതായത് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഇതതിൻ്റെ മലയാളം, ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. അപ്പോൾ ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട്. ഈ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഇത് എവിടൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മുടെ ടെസ്റ്റിനകത്തിലേ നോക്കാം. ഒന്നാമത്തെ നോക്കണേ നിങ്ങളുടെ പാഠം കണ്ടോ, ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. നമുക്ക് നോക്കാം. നോക്കിക്കേ, ടെസ്റ്റിലേ നോക്കണേ നിങ്ങളെ. ഇവിടെ ഒരു രണ്ട് പേര് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ടെസ്റ്റ് നോക്കണേ നിങ്ങളെ. അവിടെ ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ബോക്സിനകത്തിലെ ഓരോ കാര്യങ്ങളും ഒന്ന് നോക്കണേ. അപ്പോൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവാത്തവർക്കൊന്ന് നോക്കണേ നിങ്ങളെ. നോക്കിക്കേ, മീശപ്പുലി മലയിലേക്കുള്ള നമ്മുടെ ഇന്നലത്തെ യാത്ര നല്ല രസമായിരുന്നു അല്ലേ അച്ഛാ? ആ കുട്ടി ചോദിക്കുന്നതാണ്. ഭൂപടങ്ങളും ഗ്ലോബുമൊക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്ത് രസമാണ്. ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് സമയവും ലാഭിക്കാം, യാത്ര കൂടുതൽ രസകരമാവുകയും ചെയ്യും അല്ലേ അച്ഛാ എന്ന് ആ കുട്ടി അച്ഛനോട് പറയുന്ന കണ്ടോ. രണ്ടുപേര് തങ്ങളുള്ള സംഭാഷണമാണ്. അപ്പോൾ അച്ഛൻ പറയുന്നത് എന്താണ്? അതെ, വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കവിടെ എളുപ്പത്തിൽ എത്താനായത്. അതെ, ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു എന്നാണ് അവരച്ഛനും മോനും തങ്ങളിൽ 6 ബോക്സിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങളെ. അവരച്ഛനും മോനും തങ്ങളിലുള്ള 9ാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടോ 2 കോൺവെർസേഷനാണ്. അപ്പോൾ മനസ്സിലായോ സംഭവം എന്തുവാണെന്ന്? മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ യാത്ര പോകുമ്പോൾ ഇപ്പം എന്താ ആരോടും വഴി ചോദിക്കാറില്ലേ. ഇന്ന സ്ഥലം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം മിക്കവാറും അല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നോക്കാം. ഒരു കുട്ടി നോക്കണേ നിങ്ങളെ. ഒരു കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണം വായിച്ചല്ലോ. ഭൂപടങ്ങൾ അവരുടെ യാത്രയിൽ എത്രത്തോളം സഹായകരമാവും എന്ന് കണ്ടില്ലേ. വാഹനങ്ങളിലും മൊബൈൽ ഫോണിലും ഒക്കെയുള്ള ഡിജിറ്റൽ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യാത്രകളിൽ ഇത്തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വിവിധ തരം ഭൂപടങ്ങളും നിങ്ങൾക്ക് പരിചിതമാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? ഒന്ന് എഴുതി നോക്കൂ. 1ാമത്തെ ചോദ്യവും നിങ്ങളെ അത് നോക്കണേ. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്പ് ആർ യൂസ്ഡ്? ചോദ്യം കണ്ടോ. എന്താ നിങ്ങളെ? വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്പ് ആർ? ഏതൊക്കെയാ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? 1ാമത്തെ എന്തൊക്കെയാണ് നിങ്ങളെ? ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്. 1ാമത്തെ എന്താണ്? ടു ലൊക്കേറ്റ് എ പ്ലേസ് അല്ലേ. നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ സ്ഥലം പ്ലേസ്. ടു ലൊക്കേറ്റ് എ പ്ലേസ്. ഇംഗ്ലീഷും മലയാളവും നോക്കണേ. 2, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്. ഇവിടെയൊക്കെയാണോ നമ്മൾ പോകുന്നത് ഇല്ലേ, ആ വഴികൾ ഇപ്പം ഏത് വഴി വേണമെങ്കിലും ഇപ്പം ഇല്ലേ, ഇപ്പം എല്ലാം ബൈ റൂട്ടുകളും കാര്യങ്ങളും. അപ്പം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായിട്ട് നമുക്ക് കണ്ടെത്തുന്നത്. ടു ഫൈൻഡ് ദ റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻ സയൻറ്റിഫിക്കലി. പിന്നെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. ടു അണ്ടർസ്റ്റാൻഡ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം വിലയിരുത്തുന്നതിന്. എന്തോത്തിനാണ് നിങ്ങളെ? പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം എത്രത്തോളം ഉണ്ട്, ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നറിയാൻ. ടു ആക്സസ് ദ ഇമ്പാക്റ്റ് ഓഫ് എ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്.
മനസ്സിലായോ? അപ്പം 4 പോയിന്റ് ഉണ്ട്. ചോദ്യം ഒന്നാമത്തെ നമ്മുടെ ടെസ്റ്റിലെ വാട്ട് ആർ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് മാപ്പ് ആർ യൂസ്ഡ്. ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം? ഒരു 4 എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തേതാണ്ട് ഈ ക്വസ്റ്റ്യനുകളാണ്. ഇവിടെ ഒരു ചുമന്ന ബോക്സ് നോക്കൂ കുഞ്ഞുങ്ങളെ. ഭൂപടത്തിൻ്റെയും ഗ്ലോബിൻ്റെയും ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തൂ. സാമൂഹ്യ ശാസ്ത്ര ലാബിലുള്ള ഗ്ലോബും ഭൂപടവും കൂടി ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുമല്ലോ. നോക്കൂ നിങ്ങളെ, ഇതാണ് ഗ്ലോബ് കേട്ടോ. ഗ്ലോബ് കണ്ടോ? ഇതിട്ട് നമുക്ക് കറക്കി കറക്കി അപ്പുറം ഇപ്പുറം ഒക്കെ കാണാം കേട്ടോ. ഇതാണ് ഗ്ലോബ്. ഇതോ മാപ്പാണ് അല്ലേ. അപ്പം ഇത് തങ്ങളിലുള്ള വ്യത്യാസം. മാപ്പിൽ ഇത് ഭൂപടം അല്ലേ, ഭൂപടം അല്ലേ. അപ്പം നോക്കി അവിടുത്തെ ആകൃതി, അക്ഷാംശരേഖകൾ, ഉപയോഗം എന്നിവയെക്കുറിച്ചൊക്കെ നോക്കാം നമുക്ക്. അതിന് മുമ്പേ എന്താണ് ഈ മാപ്പ്, എന്താണ് ഗ്ലോബ്, എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടായോ നിങ്ങളെ? അപ്പം അതാണ് അടുത്ത്. എന്താണ് മാപ്പ്, എന്താണ് ഗ്ലോബ്? ഇംഗ്ലീഷുകാർ നോക്കണേ. അതിൻ്റെ മാപ്പിൻ്റെ ഷേപ്പ് നോക്കൂ നിങ്ങളെ. എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്ലേസ് ഈസ് ഡൗൺ ഓൺ എ ഫ്ലാറ്റ് സർഫസ്. നോക്കണേ, മാപ്പ് എന്താന്ന് ചോദിച്ചാൽ, ഒരു മാർക്കിന് ചോദിച്ചാൽ അതങ്ങ് എഴുതിയാൽ മതി. എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്ലേസ് ഈസ് ഡ്രോൺ ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. ഇനി അവിടുത്തെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എങ്ങനെയാണ്? ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. എങ്ങനെയാ? സ്ട്രെയിറ്റ് ലൈൻ. ഇനി അതിൻ്റെ യൂസസ് എന്താണ് കുഞ്ഞുങ്ങളെ? ടു ഫൈൻഡ് ദ റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻസ്, ടു ലൊക്കേറ്റ് എ പ്ലേസ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ വേൾഡ്. അപ്പം നമ്മളോട് മാപ്പിൻ്റെ എന്താണ് മാപ്പെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് എഴുതണം. അതിൻ്റെ യൂസസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതും എഴുതണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അപ്പം എന്താണ് ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്നാമത് എന്താ കുഞ്ഞാൽ പഠിച്ചത്? നമ്മൾ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. ഭൂപടങ്ങൾ അല്ലേ, ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ എന്താ? മാപ്പ് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഒന്നാമത് പഠിച്ചത്. എന്താണ് ഈ മാപ്പ്? അതിൻ്റെ ഉപയോഗമാണ് ഇപ്പോൾ രണ്ടാമത് പഠിക്കുന്നത്. മാപ്പ് എന്താണ്, അതിൻ്റെ ഉപയോഗം, ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നാണ്. ഇനി എന്താണ് ഗ്ലോബ്? ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്. ഗ്ലോബ് എന്ന് വെച്ചാൽ എന്താ? സ്പെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾ ആണ്. ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് അത് കോൺസെൻട്രിക് അല്ലേ, കോൺസെൻട്രിക് സർക്കിളാണ് കേട്ടോ. ഇനി ഇതിൻ്റെ യൂസസ് ആവുന്നല്ലേ. യൂസസ് എന്തൊക്കെയാണ്? ഇത് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി എർത്ത്. എന്താ ഗ്ലോബിൻ്റെ യൂസസ് എന്താണെന്ന് ചോദിച്ചാൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി എർത്ത്. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ മലയാളം മീഡിയക്കാർക്ക് അപ്പോൾ എങ്ങനെയാവും നിങ്ങളെ? മലയാളം മീഡിയക്കാർ എന്താണ് മാപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഒരു ഭൂപടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ ദൃശ്യരൂപം ഒരു പരന്ന പ്രതലത്തിൽ വരച്ചിരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ദൃശ്യരൂപം അല്ലേ, അതിൻ്റെ ആ പടം ഒരു പരന്ന പ്രതലത്തിൽ വരച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ മാപ്പ് എന്ന് അല്ലെങ്കിൽ ഭൂപടം എന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾ. അക്ഷാംശമാണ് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശവും രേഖാംശവും, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അല്ലേ, നേർരേഖയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ മാപ്പിൻ്റെ ഉപയോഗം, യൂസസ് ഓഫ് മാപ്പ് അല്ലേ. ഭൂപടത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്താൻ, ടു ഫൈൻഡ് ദ റൂട്ട് ടു ഡെസ്റ്റിനേഷൻ അല്ലേ, വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തണം, പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തണം, ടു ലൊക്കേറ്റ് എ ന്യൂ പ്ലേസ്, പിന്നെ ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ മനസ്സിലാക്കാൻ, ടു അണ്ടർസ്റ്റാൻഡ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ വേൾഡ്. വഴിയിൽ എന്താണ്? ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ മനസ്സിലാക്കാൻ. അപ്പം നമ്മൾ എന്താണ് ഗ്ലോബ്, അതിൻ്റെ ഉപയോഗം, എന്താണ് മാപ്പ്, അതിൻ്റെ ഉപയോഗമാണ് പഠിച്ചത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി ഗ്ലോബ് മാപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി ഗ്ലോബിനെ ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ്. പറഞ്ഞത് തിരിഞ്ഞു പോകുന്നുണ്ടോ നിങ്ങളെ? നമ്മൾ ഫസ്റ്റിൽ മാപ്പിൻ്റെ ഇംഗ്ലീഷാണ് ഈ പറയുന്നത്. മാപ്പ് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എഴുതാനും അതിൻ്റെ യൂസസുമാണ്. പിന്നെ ഗ്ലോബിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും അതിൻ്റെ യൂസസുമാണ്. ഓരോന്ന് സെപ്പറേറ്റ് എഴുതുകൊണ്ട് കേട്ടോ. ഓരോരുത്തരുടെ അവനവൻ്റെ എഴുതി എടുക്കണം കേട്ടോ. ഇനി മാപ്പ് അല്ലെങ്കിൽ ഭൂപടം, മലയാളം മീഡിയക്കാർക്ക് ഭൂപടം എന്നാൽ എന്തെന്നാണ് അതിൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ വായിച്ചത് കേട്ടോ. എന്നെ എഴുതി എടുക്കണേ. ഇനി ഗ്ലോബ് എന്താണ്? നമ്മൾ മലയാളം മീഡിയക്കാരുടെ ഗ്ലോബ് എന്താ? ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ഒരു ചിത്രീകരണമാണ്. രേഖാംശ രേഖകൾ അതാണ് മുമ്പ് ചോദിച്ചത്, സെമി സർക്കിൾ അല്ലേ, അർത്ഥവൃത്തങ്ങളായും, രേഖാംശങ്ങൾ അർത്ഥവൃത്തങ്ങളായും, അക്ഷാംശങ്ങൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും അല്ലേ, കോൺസെൻട്രിക് അക്ഷാംശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉപയോഗം,
ഭൂമിയുടെ ആകൃതി, വലിപ്പം എന്നിവ മനസ്സിലാക്കാൻ നമുക്ക് ഗ്ലോബ് സഹായിക്കുന്നുവെന്ന്. നിങ്ങളെ ഭൂമിയുടെ ആകൃതി, വലിപ്പം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പം നമ്മൾ ഗ്ലോബിൽ മാപ്പും ഒക്കെ പഠിച്ചല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ അത്രയും പറഞ്ഞത്. ഇനി ഈ ടെസ്റ്റിലെ ഇപ്പുറത്തെ, അതായത് 134 പേജ് നോക്കൂ നിങ്ങളെ. ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഗ്ലോബുകളുടെ സവിശേഷതകൾ, ഭൂപടങ്ങളുടെ സവിശേഷതകൾ ഇങ്ങനെ തരംതിരിച്ചെഴുതാൻ, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ തന്നിട്ടുണ്ട്. അതിനകത്തിലെ ഗ്ലോബുകളുടെ സവിശേഷത എന്താണ്, ഭൂപടങ്ങളുടെ സവിശേഷത എന്താണെന്ന് വേർതിരിച്ചെഴുതാൻ. അപ്പോൾ ഇതിനകത്ത് കുറേ തന്നിട്ടുണ്ട്, ഞാനത് എഴുതിയെടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചാൽ മതി കേട്ടോ. അത് പഠിച്ചാമെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്നത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കുഞ്ഞില്ലേ, അപ്പം നിങ്ങളത് പഠിച്ചാൽ നോക്കണേ. ഒന്ന്, ഗ്ലോബുകളുടെ സവിശേഷത എന്താണ്? എന്താ കുഞ്ഞുങ്ങളെ ഗ്ലോബുകൾ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്. നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇതെല്ലാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ് എന്താണ്? എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്. എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ യഥാർത്ഥ മാതൃക. മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഭൂമിയുടെ യഥാർത്ഥ മാതൃക, എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്. സ്പെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ്, മറ്റേത് തന്നെയാണ് അല്ലേ, മുമ്പ് നമ്മൾ ആ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ് അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ സെമി സർക്കിൾ ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ കോൺസെൻട്രിക് സർക്കിൾ. സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ നിങ്ങളെ. കോൺസെൻട്രിക് സർക്കിൾ. അക്ഷാംശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും രേഖാംശരേഖകൾ അർത്ഥവൃത്തങ്ങളായും ചിത്രീകരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും വാക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മലയാളം വായിച്ച് നോക്കണം കേട്ടോ. മലയാളത്തിൽ അർത്ഥം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതിക്കൂടായോ നിങ്ങളെ, അല്ലയോ? എന്താ അക്ഷാംശരേഖകൾ, ലോഞ്ചിറ്റ്യൂഡ്, അക്ഷാംശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും രേഖാംശരേഖകൾ അർത്ഥവൃത്തങ്ങളായും ചിത്രീകരിച്ചിരിക്കുന്നു കേട്ടോ. ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡിൻ്റെയും എങ്ങനെയാണെന്നാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്പ്. മാപ്പിൻ്റെ സവിശേഷത എന്തെല്ലാമാണ്? മുമ്പ് നമ്മൾ പഠിച്ച ഗ്ലോബിൻ്റെ എല്ലാം 3 വെച്ചാണ് തന്നിരിക്കുന്നത്. 3 3 മാർക്കാണ്. ഗ്ലോബിൻ്റെ സവിശേഷത എന്തെല്ലാമാണ്? 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ദ്വിമാന ഒരു ചിത്രമാണ്, ദ്വിമാന ചിത്രീകരണമാണ് ഭൂപടം. ഭൂപടം അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്, ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. എങ്ങനെ നിങ്ങളെ മാപ്പിനകത്തിൽ എങ്ങനെയാ പറയുന്നത്? റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസിൽ, ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പിന്നെ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈന്. ഇങ്ങനെ നിങ്ങളെ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻ. രേഖാംശരേഖകളും അക്ഷാംശരേഖകളും നേർരേഖയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതും 3 പോയിന്റ് ഉണ്ട്. ഇത് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഈ ഗ്ലോബ് എന്താണ്, ഗ്ലോബിൻ്റെ യൂസസ് എന്താണ്, ഗ്ലോബിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, മാപ്പ് എന്താണ്, മാപ്പിൻ്റെ ഉപയോഗം എന്താണ് കേട്ടോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. അപ്പോൾ അത് 3 6 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? നിങ്ങളെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, ആവശ്യങ്ങൾ വ്യത്യസ്തം. അതിൻ്റെ ബാക്കി നോക്കണേ നിങ്ങൾ. ആവശ്യങ്ങൾ വ്യത്യസ്തം, ഭൂപടങ്ങളും വ്യത്യസ്തം. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയില്ലേ? ഒരേ ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാനാവുമോ? നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അതിനനുസൃതമായി ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. എന്താണ്? ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഒന്ന്, ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അളവ് അഥവാ തോതിൻ്റെ അടിസ്ഥാനത്തിലും. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 134 ഒരു ചോദ്യവും ഞങ്ങളെ കേട്ടോ. ഭൂപടങ്ങളെ പ്രധാനമായും 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മവും ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അല്ലെങ്കിൽ തോത് എന്നതിൽ കേട്ടോ, സ്കെയിൽ കേട്ടോ. അപ്പോൾ അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ.
അവിടെ ഒരു ബോക്സിനകത്തിൽ കുറേ കാര്യം പറഞ്ഞാൽ എളുപ്പം ഒന്ന് വായിക്കാൻ കേട്ടോ, വീണ്ടും നോക്കട്ടെ. ഇതിനകത്തിൽ ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തൊലിയിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസോപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണ് ഇവിടെ നമ്മുടെ അതിൽ തന്നിരിക്കുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതിനനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറംലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, കാബട്ട്, മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബിക്ക് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറവാകിയത്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ പണ്ട് മുതലേ ഇതിനെക്കുറിച്ചുള്ള ആൾക്കാർ കണ്ടുപിടിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ആരൊക്കെയാണെന്നൊക്കെ ഇതിനകത്ത് പേരുണ്ട്, നിങ്ങൾ നോക്കണേ. നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്ര ലാബിലെ ഭൂപടങ്ങളുടെ തലക്കെട്ടുകൾ പരിശോധിച്ച് അവ ഏതൊക്കെയെന്ന് പട്ടിക രൂപത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങളെ. 6ാമത്തെ ഒരു മിനിറ്റ് നോക്കിക്കോ. അതിൻ്റെ നമ്മുടെ 6ാമത്തെ ചോദ്യം നോക്കണേ. ഡിഫറൻറ്റ് ടൈറ്റിൽസ് ഓഫ് ദ മാപ്പ്. ഭൂപടങ്ങളുടെ വിവിധ തലക്കെട്ടുകൾ ഏതെല്ലാം? 6ാമത്തെ ചോദ്യമാണ്. 1 പൊളിറ്റിക്കൽ മാപ്പ്, 2 ഫിസിയോഗ്രാഫിക് മാപ്പ്, 3 ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, 4 സോയിൽ മാപ്പ്, 5 റോഡ് മാപ്പ്, 6 തെമാറ്റിക് മാപ്പ്, 7 ടോപ്പോഗ്രാഫിക് മാപ്പ്. പേരൊക്കെ കറക്റ്റായിട്ട് അറിയണേ നിങ്ങളെ, സ്പെല്ലിങ്ങും കറക്റ്റായിട്ട് അറിയണേ. ഇതിന് ഓർഡറൊന്നുമില്ല. ഞാൻ നമ്പർ ഇട്ടെന്ന് വെച്ചാൽ 7 എണ്ണം തന്നിട്ടുള്ളതുകൊണ്ട് നമ്പർ പറഞ്ഞതാണ്. ഇതിന് ഓർഡറിലൊന്നും പഠിക്കേണ്ട, ഏതെങ്കിലും 7 എണ്ണം, ഏതെങ്കിലും എന്നല്ല, ഷഫിൾ ചെയ്തിട്ട് പഠിക്കേണ്ടത്. പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിയോഗ്രാഫിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, സോയിൽ മാപ്പ്, റോഡ് മാപ്പ്, തെമാറ്റിക് മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ് അല്ലേ. രാഷ്ട്രീയ ഭൂപടം, ഗതാഗത ഭൂപടം, ടോപ്പോഗ്രാഫിക് മാപ്പ്, റോഡ് മാപ്പ്, തെമാറ്റിക്, ഏരിയൽ മാപ്പ് കേട്ടോ. നിങ്ങളുടെ മലയാളം മീഡിയത്തിൻ്റെയൊക്കെ മാപ്പ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ടോ? രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം അല്ലേ, ഏരിയൽ മാപ്പ്, തെമാറ്റിക്, ഗതാഗതം എല്ലാം കേട്ടോ. ഏതെങ്കിലും ഒരു 7-5 പേര് പഠിച്ചിട്ടു. ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന് ബോധ്യമായില്ലേ? ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം നിങ്ങളൊന്ന് പരിശോധിക്കാൻ. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനാവുന്നില്ലേ? ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തിൻ്റെ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്തി നോക്കൂ എന്നാണ് ലാസ്റ്റിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലായില്ലേ? മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തെ വ്യത്യസ്തതരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നു. ഒരു പ്രദേശത്തെ വ്യത്യസ്തതരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. ഇനി ഓരോന്നും നോക്കണേ കുഞ്ഞുങ്ങളെ. ഞാനത് ഈ ടെസ്റ്റിൽ തന്നിരിക്കുന്നതുകൊണ്ട് എഴുതിയിട്ടില്ല. അതായത് ഭൂപടം 3 എത്ര വിധം ഉണ്ടെന്ന് പറഞ്ഞേ നോക്കിക്കേ. പൊളിറ്റിക്കൽ മാപ്പോ ഫിസിയോഗ്രഫി ഇതൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് മണ്ണ് അല്ലേ, സോയിൽ മാപ്പ് അല്ലേ. നോക്കിക്കേ, ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്തതരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം കേട്ടോ. മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്തതരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. എന്നാൽ ഇനി ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണ് പറയുന്നത്? ഭൂപടത്തിൻ്റെ ധർമ്മം അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലായോ? ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ. അപ്പം ഭൂപടങ്ങൾ നമ്മൾ പറഞ്ഞു ഡിഫറൻറ്റ് ടൈറ്റിൽസ്, ചോദ്യം തിരിഞ്ഞു പോകില്ല കേട്ടോ. ഡിഫറൻറ്റ് ടൈറ്റിൽസ് ഓഫ് ദ മാപ്പ്, ഭൂപടങ്ങളുടെ തലക്കെട്ടുകളാണ് ഈ പഠിച്ചത് കേട്ടല്ലോ. ഇനി 7ാമത് നമ്മൾ പഠിക്കുന്നത് ഭൂപടങ്ങളെ അവയുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻ. എങ്ങനെയാ, എത്രയായിട്ട് തരംതിരിക്കാം? ചോദ്യം തിരിഞ്ഞു പോകല്ലേ നിങ്ങളെ, കാരണം ഇതിനകത്തിൽ ഒത്തിരി മാപ്പുകളെ കുറിച്ചും ഒക്കെ പഠിച്ചതിൻ്റെ ചോദ്യം എന്താണെന്ന് അറിയണം കേട്ടോ. ഭൂപടങ്ങളെ അവയുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കാം, ഏതെല്ലാം? ഹൗ ക്യാൻ മാപ്പ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷന്. എന്താ പറഞ്ഞാൽ മാപ്പ് ക്യാൻ ബി ജനറലി ബി ക്ലാസിഫൈഡ് ഇൻ ടു ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ്. നമ്മുടെ ഈ ഭൂപടങ്ങൾ അവിടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ദേ ആറ് ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. ഭൂപടങ്ങളെ അവയുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം. ഫിസിക്കൽ മാപ്പ് ആൻഡ് ഏതാണ്? കൾച്ചറൽ മാപ്പ്. അതിൽ ഒന്നാമത്തെ എന്താണ് ഈ ഫിസിക്കൽ മാപ്പ്? മാപ്പ് ദാറ്റ് ഡിപ്പിക്റ്റ് DEPICT ആയിട്ടാ, ഡിപ്പിക്റ്റ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ സച്ചസ് ടോപ്പോഗ്രഫി, സോയില്, റിവേഴ്സ്, ക്ലൈമറ്റ്സ് ആൻഡ് വെജിറ്റേഷൻസ്. അതായത് ഫിസിക്കൽ മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥകൾ, അതുപോലെ തന്നെ നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. പ്രകൃതിയില്ലേ കുഞ്ഞുങ്ങളെ, ഇതിനൊക്കെ ഒരളവില്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ മണ്ണ് അല്ലേ, റിവർ, ക്ലൈമറ്റ്, ടോപ്പോഗ്രഫിയോ സോയിൽ അല്ലേ, ടോപ്പോഗ്രഫിയോ സോയിൽ. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിന് നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്താണ്? ഫിസിക്കൽ മാപ്പാണ് പറയുന്നത്. ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥകൾ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഫിസിക്കൽ മാപ്പ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ് എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ കൾച്ചറൽ മാപ്പാണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസവും കേട്ടോ. ഫിസിക്കലും ഭൂപടങ്ങളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഫിസിക്കൽ മാപ്പെന്നും കൾച്ചറൽ മാപ്പെന്നും രണ്ടായിട്ട് തിരിക്കുന്നത് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നിങ്ങൾ, ഇത് എഴുതിയെടുക്കണേ. അടുത്ത ഇത് ഏഴാമത്തെ ചോദ്യം കേട്ടോ. ഏഴാമത്തെ എന്താണ് രണ്ട്? കൾച്ചറൽ മാപ്പ് എന്താണ്? കൾച്ചറൽ മാപ്പ് സാംസ്കാരിക ഭൂപടങ്ങൾ. മാപ്പ് ദാറ്റ് ഡിപ്പിക്റ്റ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സോയില് ഇതൊക്കെയായിരുന്നു. സോയില്, പിന്നെ റിവർ, ക്ലൈമറ്റ്, വെജിറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു ഫിസിക്കൽ മാപ്പ്. എന്നാൽ ഇവിടെ നോക്കിയാൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സ്, മനുഷ്യരുണ്ടാക്കുന്നത് അല്ലെ, മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾസ് പൊളിറ്റിക്കൽ ഡിവിഷൻസ് സച്ച് ആസ് കൺട്രീസ്, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്റ്റ് ആൻഡ് റോഡ്, റെയിൽവേ, പോർട്ട്, എന്താ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. മാപ്പ് ദാറ്റ് ഡിപ്പിക്റ്റ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ എന്താ ഡിവിഷൻസ് സച്ച് ആസ് കൺട്രീസ്, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്റ്റ് ആൻഡ് റോഡ്, റെയിൽവേ, പോർട്ട്, പോപ്പുലേഷൻ ഡിസ്ട്രിക്റ്റ് എക്സെട്ര. മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ. ഉദാഹരണം രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, റോഡ്, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവയെല്ലാം കൾച്ചറൽ മാപ്പിനകത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പം കൾച്ചറൽ മാപ്പിൻ്റെ ഇംഗ്ലീഷാണിത് ഇത്രയും, മലയാളമാണിത് ഇത്രയും. ഇനി ഡിഫറൻസ് ചോദിക്കും കുഞ്ഞുങ്ങളെ. ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും നിങ്ങളെ ഡിഫറൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നത്, അത് നല്ലപോലെ പഠിക്കുക കേട്ടോ. ഇനി അതിനകത്തിൽ ഏതൊക്കെ വരുന്നുണ്ടെന്ന് ചോദിക്കും. ഫിസിക്കൽ മാപ്പിലും കൾച്ചറൽ മാപ്പിലും ഏതെല്ലാം വരുന്നുണ്ട് നോക്കിക്കേ. ഒന്ന് ഫിസിയോഗ്രാഫിക് മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ്, ഇവയെല്ലാം ഫിസിക്കൽ മാപ്പിലാണ്. കൾച്ചറൽ മാപ്പിലോ പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, എക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, ഇതെല്ലാം കൾച്ചറൽ മാപ്പിലും വരുന്നതാണ് കേട്ടോ. ഇതിനകത്തിൽ ഏതെല്ലാം മാപ്പിൽ ഇത് വരുന്നുണ്ടെന്നാണ്. ഇത് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഫിസിക്കലും കൾച്ചറലും തിരിഞ്ഞു പോകരുത്. അതായത് മലയാളത്തിൽ ഭൂപ്രകൃതി ഭൂപടം, മണ്ണ് ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, സസ്യജാല ഭൂപടം, നദീവ്യവസ്ഥാ ഭൂപടം എന്നിവയാണ് എൻ്റെ മലയാളം. രാഷ്ട്രീയ ഭൂപടം, ജനസംഖ്യാ ഭൂപടം, സാമ്പത്തിക ഭൂപടം, ഗതാഗത ഭൂപടം കേട്ടോ. അതിൻ്റെ മേളിൽ തന്നേക്കുന്ന മലയാളം വന്നേ കുഞ്ഞുങ്ങൾ കേട്ടോ. മലയാളം, അതായത് ഇത് വായിച്ചിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മലയാളം കേട്ടോ. ഓക്കെ ആണോ? 8 ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയല്ലോ. 8 എണ്ണവും നല്ലതുപോലെ പഠിക്കണേ. ഒൻപതാമത്തെ ചോദ്യം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും, ഫിസിക്കൽ മാപ്പിൻ്റെ മലയാളം ഞാനതിൽ എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ. ഭൗതിക ഭൂപടങ്ങളാണ്. ടെസ്റ്റ് ഓൾറെഡി എൻ്റെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി
അതെ, മഴ ഇവിടെ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളെ മഴയുടെ വിതരണം, വനവിസ്തൃതി, നെൽപ്പാടങ്ങളുടെ വിതരണം, റോഡ് ശൃംഖല, കാർഷിക ഭൂപടം, ഗതാഗത ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക ഇത് ഫില്ല് ചെയ്യാൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്താ ഇപ്പം നോക്കിയേ, റോഡ് എന്താ ഗതാഗത ഭൂപടമാണ് അല്ലേ. നെൽപ്പാടങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇല്ലയോ. മഴ എങ്ങനെയാണ്, മഴ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. വനം നൈസർഗിക സസ്യജാല ഭൂപടം. അങ്ങനെ മാച്ച് ചെയ്ത് എഴുതാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇനി തിരിഞ്ഞു പോയോന്നറിയില്ല, പറഞ്ഞ് തിരിഞ്ഞു വല്ലതും പോയിട്ടുണ്ടോ അല്ലേ. ഓർഡറിൽ തന്നെ പഠിക്കണേ. മഴയുടെ വിതരണം കാലാവസ്ഥാ ഭൂപടമാണ് കേട്ടോ. മാച്ച് ചെയ്ത് തരണോ. മഴയുടെ വിതരണം കിട്ടാത്തവർ എഴുതിയെടുക്കണ കുഞ്ഞുങ്ങളെ. കാലാവസ്ഥാ ഭൂപടമാണ്, അതായത് ക്ലൈമറ്റ് മാപ്പ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ ഇംഗ്ലീഷുകാർക്ക് അത് ഇംഗ്ലീഷിൻ്റെ നോട്ട് ബുക്കിൽ കാണുന്നില്ലയോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻസ് ക്ലൈമറ്റ് മാപ്പാണ്. വരയ്ക്കാത്തവർ വരച്ചിടണേ. മഴയുടെ വിതരണം. വനവിസ്തൃതി വനം നൈസർഗികമാണ് കേട്ടോ. വനം എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ വെജിറ്റേഷൻ മാപ്പാണ്. ഫോറസ്റ്റ് ഏരിയ വെജിറ്റേഷൻ മാപ്പ്. പിന്നെ നെൽപ്പാടങ്ങളുടെ വിതരണം, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്. നെൽപ്പാടങ്ങൾ എന്തുമായിരിക്കും, കാർഷികമാണ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക ഭൂപടം എന്ന് വെച്ചാൽ കാർഷിക അഗ്രികൾച്ചർ മാപ്പായിരിക്കും കേട്ടോ. പിന്നെ റോഡ് ശൃംഖല, റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൃംഖല നെറ്റ്വർക്ക്. റോഡ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗതാഗത ഭൂപടം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാപ്പായിരിക്കും കേട്ടോ. നിങ്ങളെ ടെസ്റ്റിൽ അത് മാച്ച് ചെയ്തല്ലോ, അത്രയും മാച്ച് ചെയ്തു. 136 വരെയുള്ള പേജിലെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങളുടെ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ പരിചയപ്പെട്ടില്ലേ, അവ ഓരോന്നും വിവിധ ഭൂപടങ്ങളുടെ ഒക്കെ ചോദിച്ചേക്കോ. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. അതിനകത്ത് ഒരുപാടുണ്ടോ നിങ്ങളെ, വായിച്ചാൽ തീരാത്ത പോലെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് പറയാം. നോക്കണേ. വി യൂസ് ഡിഫറെൻ്റ് മാപ്പ് ഫോർ റെപ്രസെൻറ്റിങ് ഡിഫറെൻ്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. വൈ? വ്യത്യസ്ത ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കാൻ പ്രത്യേക ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. കാരണം എന്ത്? ഒരേ ഭൂപടത്തിൽ ആയിരിക്കുമ്പോൾ വിവരങ്ങൾ കൂടിക്കലർന്ന് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളിപ്പം വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഭൂപടം തയ്യാറാക്കാനാണെങ്കിൽ അത് സെപ്പറേറ്റ് മാറ്റിയിട്ടേക്കൊക്കെ നമുക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിച്ചുകൂടായോ നിങ്ങളെ. അതാ പറയുന്നത്, ഇതെല്ലാ മാപ്പും കൂടി കലർന്ന് കിടന്നാൽ, ഡിഫറൻറ്റ് മാപ്പ്, പലതരത്തിലുള്ള മാപ്പുകൾ ഭൂപടങ്ങളെല്ലാം കൂടെ ചേർന്ന് കിടന്നാൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അല്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, വേറെ ഭൂപടങ്ങൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരേ ഭൂപടത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ നോക്കണേ. ഒരേ ഭൂപടത്തിലായിരിക്കുമ്പോൾ വിവരങ്ങൾ എല്ലാം കൂടിക്കലർന്നിട്ട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണങ്ങൾ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടാകുന്നു അല്ലേ, സങ്കീർണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രധാന ഭൗമ ഉപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത്. എഴുതിയെടുക്കണേ. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇംഗ്ലീഷ്: The information on the map when brought together will create confusion, making data collections complex. This is way major geographical features are depicted on different map. ഇംഗ്ലീഷുകാർക്ക് ഇച്ചിരിയേ ഉള്ളൂ, അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഇനി നമ്മളോട് ചോദിക്കാം, എന്താണ് ഈ തെമാറ്റിക് മാപ്പ് എന്ന് വെച്ചാൽ കേട്ടോ. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്, നമ്മുടെ ടെസ്റ്റിലുണ്ട്. വായിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അങ്ങ് പോകും കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ചുരുക്കി. എന്താണ് തെമാറ്റിക് മാപ്പ് അല്ലെങ്കിൽ വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ? വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ അല്ലെങ്കിൽ തെമാറ്റിക് മാപ്പ്. ദ മാപ്പ് ദാറ്റ് ദസ് ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് ഓർ സ്പെസിഫിക് തീം. എന്താ നിങ്ങളെ, ഒരു പ്രത്യേക വിഷയം, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം എന്ത് ചെയ്യുക, അത് മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു വാഹനങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ അത് ട്രാൻസ്പോർട്ടേഷനിലാണ് അല്ലേ. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലോ അത് അഗ്രികൾച്ചർ മാപ്പായിരിക്കും. പിന്നെ കാലാവസ്ഥയുമായിട്ടാണെങ്കിൽ അത് ക്ലൈമറ്റ് മാപ്പായിരിക്കും. അങ്ങനെ ഓരോന്നിനെക്കുറിച്ച് മാത്രമാണെങ്കിൽ ഒരു പ്രത്യേക വിഷയം, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം അത് എന്ന് വെച്ചാൽ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ ആണ് എന്ത് പറയുന്നത്, തെമാറ്റിക് മാപ്പ് അല്ലെങ്കിൽ വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? 10 അടുത്ത 11ാമത്തെ ചോദ്യം.
വാട്ട് ഈസ് മീൻ ബൈ സ്കെയിൽ ഓഫ് മാപ്പ്? സ്കെയിൽ എന്ന് വെച്ചാൽ തോതെന്നാണ് അതിൻ്റെ മലയാളം. സ്കെയിൽ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ തോത്. അപ്പം ഭൂപടത്തിൻ്റെ തോത്, സ്കെയിൽ ഓഫ് മാപ്പ് അല്ലെ ഭൂപടത്തിൻ്റെ തോത് എന്നാൽ എന്ത്? ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ എർത്ത് ആൻഡ് ദ ഡിസ്റ്റൻസ് മാർക്ക്ഡ് ഓൺ മാപ്പ് ഈസ് ദ സ്കെയിൽ ഓഫ് മാപ്പ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ എർത്ത് ആൻഡ് ദ ഡിസ്റ്റൻസ് മാർക്ക്ഡ് ഓൺ മാപ്പ് ഈസ് ദ സ്കെയിൽ ഓഫ് മാപ്പ്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണത്. ഇനി അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠത്തിലെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മാൾ സ്കെയിൽ മാപ്പ്. എന്ന് വെച്ചാൽ വലിയ തോത് ഭൂപടവും ചെറിയ തോത് ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മാൾ സ്കെയിൽ മാപ്പ്. 1. ഡിപ്പിക്ട്സ് മോർ ഇൻഫർമേഷൻ എബൌട്ട് എ സ്മാൾ ഏരിയ. ഡിപ്പിക്റ്റ് മോർ ഇൻഫർമേഷൻ എബൌട്ട് എ സ്മാൾ ഏരിയ. 2. ഫോർ എക്സാമ്പിൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്. സ്മാൾ സ്കെയിൽ മാപ്പിനകത്തല്ലോ ഡിപ്പിക്റ്റ് ഓൺലി ലെസ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഏരിയ. ഡിപ്പിക്റ്റ് ഓൺലി ലെസ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഏരിയ. ഫോർ എക്സാമ്പിൾ വേൾഡ് മാപ്പ്, മാപ്പ് ഓഫ് ഇന്ത്യ, മാപ്പ് ഓഫ് കേരള. എൻ്റെ മലയാളം മീഡിയത്തിൽ വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളും ഒരു ചെറിയ പ്രദേശം വളരെ വിശദമായി ചിത്രീകരിക്കുന്നു. ഒരു ചെറിയ പ്രദേശത്തെ വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്നു. കെട്ടിടങ്ങൾ, നഗരങ്ങൾ, തെരുവുകൾ എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നു. ഉദാഹരണം ധരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടവും എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ. ചെറിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രമാണ് അത് ചിത്രീകരിക്കുന്നത്. എല്ലാം എഴുതിയെടുത്തിക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ ഈ എഴുതിയേക്കുന്നത് അതായത് ഓക്കെ ലാർജ് സ്കെയിൽ മാപ്പും സ്മാൾ സ്കെയിൽ മാപ്പും ഇത്രയും മാത്രമേ ഉള്ളൂ. കണ്ടോ, നമ്മൾ കാണുമ്പോൾ ഏതാണ്ട് ഒത്തിരി ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ 2 പോയിന്റ് എഴുതിയ 2 മാർക്കാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ മലയാളം മീഡിയക്കാർക്കാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. വലിയ തോത് ഭൂപടവും ചെറിയ തോത് ഭൂപടങ്ങളും. കണ്ടോ, അതിനകത്തിൽ ചെറിയ പ്രദേശം വളരെ വിശദമായിട്ട് പറയുന്നതാണ് വലിയ തോതിൽ. ഇത് ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ എന്നിവ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരള ഭൂപടം എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ട കുഞ്ഞുങ്ങൾ കേട്ടോ. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ശ്വാസം പോലും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി ഞാൻ 7 മണിക്കാണ് നിങ്ങളുടെ ക്ലാസ് ഇത് ഇടുന്നത്, തയ്യാറാക്കുന്നത്. അപ്പോൾ അതുവരെയും ഞാൻ ക്ലാസ്സിലാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സത്യത്തിൽ സമയം നമുക്കങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം ഞാൻ ഈ ചിലത് പറയുമ്പം പറയുന്നത് നമ്മൾ ഈ സോഷ്യലൊക്കെ എന്ന് വെച്ചാൽ അധികം വെച്ച് നമുക്കൊക്കെ തിരക്കി പഠിപ്പിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും ഉള്ളതിലേക്കും ചെറിയ നോട്ടുകൾ തപ്പിപ്പറക്കിയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയെടുത്ത് തരുന്നത് കേട്ടോ. എല്ലാം നോക്കിക്കേ, എല്ലാം ചെറിയ രീതിയിലും ചെറിയ വാക്കുകളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വാക്കുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ ഇനി പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകളും വല്ലതും ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം നോക്കൂ നിങ്ങളെ 13ാമത്തെ ചോദ്യം. കാരണം ഈ ചാപ്റ്റർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, 8 ചാപ്റ്റർ ആണെന്നാണ് വിചാരിച്ചേ. അപ്പോൾ ഇപ്പം ഇതിനകത്തിലോ 9 ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ 9 ഇടുന്നത്. ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ. എക്സ്പ്ലെയിൻ ഹൗ ഈച്ച് എംപ്ലോയി കോമ്പോണൻറ്റ്സ് ഈസ് ഹെൽപ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദ മാപ്പ്. ഈ ഇംഗ്ലീഷുകാരെ അവരവരുടെ അങ്ങ് എഴുതിയെടുത്താൽ മതി. നിങ്ങൾ എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇനി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. പിന്നെ ഞാൻ വായിച്ചു തരുന്നത് വെച്ചാൽ ചില വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ ഇനി എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത വാക്കുകളോ അല്ല എങ്ങനെ അത് വായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വായിച്ചുകൂടെ തരുന്നത്. അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടോ ഒക്കെ ഇട്ടാൽ മതി. പക്ഷേ ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാനിത് വായിച്ചും കൂടെ തരുന്നത് കേട്ടോ. ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഒരു ഭൂപടം ഉണ്ടല്ലോ, ഭൂപടം വായനയ്ക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന്. ടൈറ്റിൽ, അതിൻ്റെ തലക്കെട്ട്, സ്കെയില് തോത്, ഡയറക്ഷൻ ദിക്ക്, ലാറ്റിറ്റ്യൂഡ് അക്ഷാംശരേഖ, ലോഞ്ചിറ്റ്യൂഡ് രേഖാംശരേഖ, കൺവെൻഷണൽ കളറുകൾ അംഗീകൃത നിറങ്ങൾ, ഇൻഡെക്സ് സൂചിക, ഇതെല്ലാം വേണമെന്നാണ്. എക്സ്പ്ലെയിൻ ഹൗ ഈച്ച് കോമ്പോണൻറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദ മാപ്പ്.
കേട്ടോ. 13ാമത്തെ ചോദ്യം 14 ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ സ്വീകരിച്ചിട്ടുള്ള 3 രീതികൾ ഏതെല്ലാം? തോത് കേട്ടോ. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ സ്വീകരിച്ചിട്ടുള്ള 3 രീതികൾ. വാട്ട് ആർ ദ 3 മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ദ സ്കെയിൽ ഓൺ എ മാപ്പ്? 1 സ്റ്റേറ്റ്മെന്റ് സ്കെയില്, 2 റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, 3 ലീനിയർ സ്കെയില്. പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി കേട്ടോ. അതുപോലെ തന്നെ ഭൂപട വായന എന്ന് വെച്ചാൽ എന്താ? ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിന് അഥവാ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ ഭൂപട വായന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് 3 നമ്മുടെ ടെസ്റ്റിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ പ്രസ്താവന രീതി, എന്താണ് ഈ ഭിന്നക രീതി, എന്താണ് ഈ രേഖാരീതി, അതായത് സ്റ്റേറ്റ്മെൻറ്റ് സ്കെയിലും റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനും ലീനിയർ സ്കെയിലും എന്താണെന്ന് ടെസ്റ്റിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. അതല്ലാതെ വേണം എന്നുള്ളവർ ഞാൻ 2ാമത്തെ പാർട്ടിൽ ഇട്ട് തരാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വേണോ വേണ്ട എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മൾ 15 ക്വസ്റ്റ്യൻ ആൻസറുകൾ ഈ പാഠത്തിനകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ബാക്കി വേണമെന്നുണ്ടെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾ കേട്ടോ. ഓക്കെ ആണോ? സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് ചെയ്യണേ. നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പറയണേ. പിന്നെ ഞാൻ 10K കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ട് കേട്ടോ ആണ് ഞാൻ 10K ആയത് കേട്ടോ നിങ്ങളെ. ഓക്കെ ആണല്ലോ? താങ്ക് യു.